നിങ്ങൾ എന്തിനാ വന്നേ കേട്ടോ എല്ലാരും? നീന്തൽ പഠിച്ചോ? ആരാ നിങ്ങൾ പഠിപ്പിച്ചിരുന്നത്? ട്രെയിനിങ് ആരാ? മുനീസാക്കെ. പ്രിയപ്പെട്ടവരെ നമസ്കാരം, എല്ലാവർക്കും യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് എന്റെ നാട്ടിലാണുള്ളത്. എന്റെ നാടെന്ന് പറയുമ്പോൾ നിങ്ങളൊക്കെ കേട്ടിരിക്കും, ഇരുവഴിഞ്ഞിപ്പുഴ, കാഞ്ചനമാലയും മൊയ്തീനെയും ഒക്കെ ഭയങ്കരമായ നാട്. എന്റെ നാട്ടില് വളരെ വ്യത്യസ്തനായിട്ടുള്ള ഒരു ചെറുപ്പക്കാരനെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. അദ്ദേഹം ചെയ്യുന്നത്, നമ്മുടെ നാട്ടിലൊക്കെ നിരവധിയായ കുട്ടികൾ നീന്തൽ അറിയാത്തതിന് പേരിൽ മരണപ്പെടുകയും അപകടത്തിൽപ്പെടുകയും ഈ സമയത്ത് ഒരുപാട് ആളുകളാണ് നമ്മളെ കൺമുമ്പിൽ കയങ്ങളിലേക്ക് താഴ്ന്നു പോകുന്നത്. ഇന്നും നിരവധിയാകുന്ന കുട്ടികൾ കയത്തിൽ മുങ്ങിയതും കാണാത്തതുമായ ഒരുപാട് വാർത്തകൾ നിരന്തരം കേൾക്കുന്നതാണ്. അത്തരമൊരു നാട്ടില് നീന്തൽ അറിയാത്ത കുട്ടികളെ ഈ അവധിക്കാലത്ത് തേടിപ്പിടിച്ച് തന്റെ നാട്ടിൽ സമയം ചെലവഴിച്ച് സാമ്പത്തികമായിട്ട് എല്ലാ ചെലവുകളും അദ്ദേഹം ഏറ്റെടുത്തുകൊണ്ട് ഈ കാണുന്ന കുട്ടികളൊക്കെ നീന്തം പഠിപ്പിക്കാൻ മുന്നിട്ടിറങ്ങിയിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ പേര് മുനീഷ് കാരശ്ശേരി. കേരളത്തിലെ ഏറ്റവും പ്രഗത്ഭനായ ഒരു സ്കൂബ ട്രെയിനർ കൂടിയാണ് അദ്ദേഹം. വയനാട്ടിലെ ദുരന്ത മേഖലയിലൊക്കെ നിസ്വാർത്ഥമായ സേവനം വഹിച്ച പ്രിയപ്പെട്ട മുനീഷ് കാരശ്ശേരി ഈ മലയോര മേഖലയിലെ ഏറ്റവും നല്ല ഒരു സന്നദ്ധ സേനയുടെ പ്രവർത്തനം കൂടിയാണ്. നമുക്ക് ഇവരോട് തന്നെ ചോദിക്കാം. ഇവിടെ ഒരുപാട് കുട്ടികളുണ്ട് നീന്തം പഠിക്കാൻ വന്നേ. നിങ്ങൾ എന്തിനാ വന്നേ കേട്ടോ എല്ലാരും? നീന്തൽ പഠിച്ചോ? എല്ലാരും പഠിച്ചോ? ഇതെന്താ തോള് കൈമലൊക്കെ കെട്ടിയിട്ട് നിങ്ങളെ? ലൈഫ് ജാക്കറ്റാ? ആരാ നിങ്ങൾ പഠിപ്പിച്ചിരുന്നത്? ട്രെയിനിങ് ആരാ? മുനീസാക്കെ. ഒരുപാട് കുട്ടികളുണ്ട്. എനിക്ക് വേണ്ടി ഏതാണ്ട് ഒരു 10-30ഓളം കുട്ടികളുണ്ട്. കുറെ കുട്ടികൾ ഈ നബിദിനൊക്കെ അതിന്റെ ദഫ് പഠിക്കാനും മറ്റൊക്കെ ആയിട്ട് പോയിട്ടുണ്ട്. വെറുതെ അല്ല, ലൈഫ് ജാക്കറ്റും കാറും സംവിധാനങ്ങളൊക്കെ മുനീസിനെ കൊണ്ട് ഒപ്പിക്കാൻ പറ്റുന്ന എല്ലാ രീതിയിലുള്ള സംഗതി ഉപയോഗിച്ചിട്ടാണ് മുനീസ് ഈ സംവിധാനം ചെയ്യുന്നത്. എല്ലാവിധ സുരക്ഷാ സംവിധാനങ്ങളും മുനീസ് ഒരുക്കുന്നുണ്ട്. മുനീഷ് കാരശ്ശേരി, ഞാനൊരു വീഡിയോയിൽ കണ്ടതാ ഇങ്ങനെ കുട്ടികളെ നീന്തൽ പഠിപ്പിക്കുന്ന സംഗതി. ഇത്രയും കുട്ടികളെ ഒന്നിച്ച് ഞാൻ വരുമ്പോൾ അത്ഭുതപ്പെട്ടുപോയി. കാരണം നമുക്കൊരു മക്കളെ, നമ്മളെ സ്വന്തം മക്കളെ നീന്തൽ പഠിപ്പിക്കാൻ തന്നെ വലിയ പ്രയാസമുള്ള സമയത്ത് ഇത്രയും മക്കൾ ഒരുമിച്ച് എങ്ങനെ നിങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഈ സംവിധാനം? ഇത് നമുക്ക് നീന്തൽ പഠിക്കാൻ തീരെ നിശ്ചയമില്ലാത്ത കുട്ടികൾ വരും. അപ്പൊ നമ്മളിവിടെ ഈ കുറഞ്ഞ ഭാഗം നിലല്ല, കുട്ടികൾക്ക് സേഫ്റ്റി ഉള്ള സ്ഥലമാണ്. അവർക്ക് നീന്തൽ എല്ലാ കാര്യങ്ങളും നമ്മൾ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ കുട്ടികളെ തോന്നുന്ന സമയമൊന്നും വേണ്ട. കുട്ടികൾക്ക് അതിന്റെ ട്രിക്ക് ഉണ്ട് നീന്തലിന്റെ. ആ ട്രിക്കുകൾ പറഞ്ഞു കൊടുത്താൽ തന്നെ ചില കുട്ടികളെ വെള്ളത്തിട്ടാൽ തന്നെ നീന്തും, ചില ആളുകൾക്ക് അതിന്റെ ട്രിക്ക് പറഞ്ഞു കൊടുത്താൽ ഞാൻ നീന്തും. ഏതായാലും 1-2 ദിവസത്തിൽ കൂടുതൽ ഒരു കുട്ടി വരെ നീന്തൽ പഠിച്ചാലില്ല, പെട്ടെന്ന് പഠിക്കുന്നുണ്ട്. ഈ ഇവരൊക്കെ ആണെങ്കിൽ ഈ പേരുന്ന കുട്ടികളൊക്കെ ഇവിടെ നിന്നിങ്ങാട്ട് ഇങ്ങനെ വെള്ളത്തിൽ പേടിച്ചിരിക്കുന്ന കുട്ടികളെ അപ്പൊ ഒക്കെ പഠിച്ചു. ഇപ്പൊ എല്ലാ 100% ആളുകളൊക്കെ നീന്താൻ പഠിച്ചു. എന്താ മോന്റെ പേര്? യദു കൃഷ്ണ. എവിടെ വീട്? കാരശ്ശേരി തന്നെ. ഇവന്റെ അമ്മ ഇന്നലെ വിളിച്ച അവനെ നീന്തം പഠിപ്പിക്കണം അറിഞ്ഞിട്ട്. അപ്പൊ ഞാൻ ഇവിടെ വന്ന് ഇന്നലെ ഒരു 5 മിനിറ്റ് ആകുമ്പോഴത്തേക്ക് നീന്തലിന്റെ ട്രിക്ക് കാണിച്ചു കൊടുത്തു. അപ്പം തന്നെ ഇപ്പൊ നീന്തി ദിവസം കൊണ്ട് യദുകൃഷ്ണൻ നീന്താണ്. ഒറ്റ ദിവസം കൊണ്ടാണ് യദുകൃഷ്ണൻ വളരെ വർഷങ്ങളെ പഴക്കമുള്ള നീന്തല. കാരണം ഇത് കുറച്ച് സിമ്പിളായിട്ട് അവിടെ യദുകൃഷ്ണൻ എത്തിക്കാൻ. പിന്നെ ഒരുപാട് കുട്ടികൾ അല്ലേ, നിങ്ങൾ ഈ മലയോര മേഖലയിൽ പോകുന്ന മുരൾക്കൊടലും വെള്ളത്തിൽ പോകുന്ന ആളുകൾ മുങ്ങാൻ വേണ്ടി പോകുന്ന ഒരു സ്കൂബ ട്രെയിനറാണ് അല്ലെ? അപ്പൊ ഇവർ ഞാൻ പലപ്പോഴും വാർത്തകളിലൊക്കെ കണ്ടിട്ടുണ്ട്. ഒരുപാട് കയത്തിലൊക്കെ പുല്ലമ്പാറയും കക്കാടംപൊയിലും ഒക്കെ തുഷാരി വെള്ളത്തിൽ ദിവസങ്ങളോളം പഴക്കമുള്ള ബോഡികൾ വരെ മുങ്ങിയെടുക്കാൻ സന്നദ്ധനായി വരുന്ന ആളാണ് മുനീഷ് കാരയും അദ്ദേഹത്തിന്റെ ടീമും ഒക്കെ. അപ്പൊ ആ ഒരു അവസ്ഥകളിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലെ? ഒരുപാട് ചെറിയ മക്കളല്ലേ? ചെറിയ മക്കള് നമ്മള് ഈ മാനിവിട്ടൊക്കെ ഒരു കോയിന്റെ വക്കത്ത് കോയിന്റെ വിയ്യ കുട്ടി മണ്ടി പോയാണ്. ആ കുട്ടിന്റെ ബോഡിയൊക്കെ ഞാൻ അന്ന് മുതലേ നമുക്ക് എല്ലാ കുട്ടികളും ഈ പോയ വക്കത്ത് ഇവിടെ ഈ പോയിന്റ് എടുത്തുന്നപ്പോ ഒരു കുട്ടി പോയി കഴിഞ്ഞ കൊല്ലം. അപ്പൊ അതൊക്കെ തീരെ നീന്തൽ നിശ്ചലായിട്ടും വെള്ളത്തിലാണ്ട് പോകണം. അപ്പൊ ആ ഒരു സംഗതി ഉണ്ടാവുന്ന കണ്ടീഷനാണ് നമ്മൾ ഞാൻ നീന്തൽ ഈ ഒരു പരിപാടി സംഘടിപ്പിക്കാൻ നാട്ടുകാരുടെ ഭാഗത്തുള്ള സഹകരണം നല്ല സപ്പോർട്ട് കാര്യങ്ങളൊക്കെ. ഇപ്പൊ നമ്മളെ കാരശ്ശേരി ഭാഗത്ത് നീന്തൽ പഠിക്കാത്ത കുട്ടികൾ ഒരു 2% ഉണ്ടാവുള്ളൂ. 90% കുട്ടികളും ഇവിടെ നീന്തൽ പഠിച്ചതാണ്. ഇവിടെ തുടക്കത്തിലൊക്കെ നീർനായുണ്ടെന്ന് പറയും. ഇവരൊക്കെ ഇപ്പൊ ഒരു മാസത്തോളായി നീന്തുന്നു. പക്ഷേ നീർനായ കടിച്ചിട്ട് ഇതിനായിട്ട് ആർക്കും ബുദ്ധിമുട്ടോ അപകടമൊന്നുമില്ല. എത്ര മണിക്കൂർ ദിവസം? എത്ര മണിക്കൂർ? 4 മണി മുതൽ 6:30 വരെ ഉണ്ടാവും. അതിന്റെ ബാച്ച് ഇപ്പൊ ഒരു ബാച്ച് കഴിഞ്ഞു പോയി. പിന്നെ വിഷു ഓണത്തിന് തലേന്നാണ് കുറവാണ് കുട്ടികളൊക്കെ. ഇനി എന്തെങ്കിലും സാമ്പത്തികമായിട്ട് ചെലവുകളൊക്കെ കണ്ടെത്തുന്നത് നിങ്ങൾ? ഇപ്പൊ ഞാൻ വന്നപ്പോ കുറെ ലൈഫ് ജാക്കറ്റുകള്, കുറെ ട്യൂബുകള്, വേറെ സംവിധാനങ്ങളൊക്കെ കാണുന്നുണ്ട്. പിന്നെ നമ്മള് വാങ്ങും. പിന്നെ കുറെ ആളുകൾ സ്പോൺസർ ചെയ്യുന്നു. അപ്പൊ ഞാൻ ചോദിക്കല്ലേ, നമ്മ പുറത്തൊക്കെ ഒരുപാട് നീന്തൽ അറിയാത്ത സ്ഥാപനങ്ങൾ, അത്തരം ആളുകളൊക്കെ ബന്ധപ്പെട്ടാല് എന്നൊക്കെ ചെയ്തു കൊടുക്കാൻ ഫ്രീ ആയിട്ട് നമ്മൾ ചെയ്തു കൊടുക്കും. സ്കൂളത്തെ മാഷന്മാർ ബന്ധപ്പെട്ട് നമ്മളായിട്ട് വരുന്ന ആഴ്ച നമ്മൾ നീന്തം പഠിപ്പിച്ചു കൊടുക്കും. അപ്പൊ ഈ പ്രത്യേകം ശ്രദ്ധിക്കുന്ന വെച്ചാൽ സാമ്പത്തിക ലാഭം പ്രതീക്ഷിച്ചിട്ട് പിന്നെ ഫീസ് വെച്ചിട്ടാണ് കുട്ടികളെ പഠിപ്പിക്കുന്ന ഈ കാലത്ത് ഫ്രീ ആയിട്ട് ചെയ്തു കൊടുക്കാന്നാണ് മുനീഷ് പറയുന്നത്.
ആ മുനീഷ നമ്പർ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. മുനീഷ എല്ലാവർക്കും ബന്ധപ്പെടാം. നമുക്ക് കുട്ടികളെ വിട്ടെന്നാ മതി. കുട്ടികളെ വിട്ടെന്നാ മതി. രക്ഷിതാക്കൾക്കാണ് ഇത് പേടി, കുട്ടികൾക്ക് ഒരു പേടിയില്ല. രക്ഷിതാക്കള് പൊരന്റെ ഉള്ളിൽ നിൽക്കുങ്ങാട്ട് മക്കളോന്ന് പറഞ്ഞവർ നിൽക്കുകയാണ്. പിന്നെ ഒരു സുപ്രഭാതത്തില് അവര് എന്തായാലും പുറത്തിറങ്ങും. ഇവർ എത്ര കാലം എന്നില്ലേ നമ്മളിങ്ങനെ കുട്ടികളെ ഇതാക്കി കഴിഞ്ഞാൽ അപ്പൊ വള്ള കുളത്തിലോ ഇതിലോ പോയി നീന്തുന്ന വെച്ചാൽ ഞാൻ എത്രയോ അപകടം നമ്മളങ്ങനെ കേൾക്കുന്നുണ്ട്. മുനീഷ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, കർണാടകയില് നമ്മൾ അർജുന് വെള്ളത്തിലെ പോയിട്ട് തരാൻ വേണ്ടി പോയി എൻ്റെ മുക്കം സന്നദ്ധ സേനയുടെ ഒരു ചീഫ് കമാൻഡർ കൂടിയാണ് മുനീഷ്. അന്നൊക്കെ അവര് ആ പുയലൊക്കെ ഇറങ്ങാൻ വരെ തയ്യാറായിട്ടാണ് മുക്കത്തുനിന്ന് ഈ ടീം പോയ ആളുപെട്ട ആളാണ് മുനീഷൊക്കെ. അപ്പൊ അത്തരം എല്ലാവിധ ഘട്ടങ്ങളിലും നമുക്കത് കേരളത്തിൽ ഒരുപാട് സ്ഥലത്ത് ഈ മലയോര മേഖല നിരന്തരമായ ദുരന്തങ്ങളുണ്ടാകുന്ന സമയത്തൊക്കെ വയനാടൊക്കെ ദിവസങ്ങളോളം ക്യാമ്പ് ചെയ്തിട്ട് പ്രവർത്തിച്ച ആളാണ്. നമ്മുടെ നാട്ടിൽ തന്നെ കിണറിൽ അകപ്പെട്ടാലൊക്കെ ആദ്യം വിളിയെത്തുന്നത് ഫയർഫോഴ്സിന് കഴിഞ്ഞവനും മുനീഷിനായിരിക്കും. ഇത്തരം ആളുകൾ ഒരു ടീം തന്നെ ഉണ്ടല്ലേ ഞങ്ങള് കലാശപ്പണി എടുക്കുന്ന ഒരുപാട് ആളുകൾ മുനീഷിന്റെ ടീമിങ്ങിലുണ്ട്. അപ്പം ഇത്തരം ആളുകൾ നമ്മുടെ നാട്ടിൽ ഓരോ പ്രദേശവും മുന്നോട്ട് ഇങ്ങനെ അറിയുന്ന ആളുകൾ കുട്ടികളെ പഠിപ്പിക്കാൻ മുന്നോട്ട് വരണമാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. അത് നമ്മുടെ നാട്ടിലുണ്ടാകുന്ന ഒരുപാട് ദുരന്തങ്ങൾ, ഒരുപാട് കണ്ണീർ കഥകൾ ഇല്ലാതാക്കാൻ സാധിക്കും. കാരണം ചെറിയ മക്കൾ നമ്മളെ വെള്ളത്തിലേക്ക് പോകുന്ന അവസ്ഥ നമ്മൾ കാണുന്നതാണ്. വേറെ എന്തൊക്കെ ട്രെയിനിങ് ഞങ്ങൾ കൊടുക്കുന്നത് ഈ നീന്തലല്ലാതെ കുട്ടികൾക്ക്? ഫുട്ബോൾ ഓൾറെഡി നമ്മളിപ്പോ വെള്ളത്തിൽ നിൽക്കുന്ന പഠിപ്പിക്കുന്നത്. നമ്മൾ പ്രൊഫഷണൽ നീന്തലുണ്ട്, ഫ്രീ സ്റ്റൈല്, ബാക്ക് സ്ട്രോക്ക്, ബട്ടർഫ്ലൈ, ബ്രീത്ത് സ്ട്രോക്ക്, അങ്ങനെയുള്ള ഈ മത്സരത്തിനൊക്കെ കോമ്പറ്റീഷനൊക്കെ പങ്കെടുക്കാൻ പറ്റിയ നീന്തലുണ്ട്. ഇതിപ്പോ ഇനി സാധാരണ നമ്മൾ വെള്ളത്തിൽ നിന്നുള്ള സാധാ നീന്തലാണ് ഇതിപ്പോ. ഇവരെ നമ്മൾ ഇനി പ്രൊഫഷണലിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. കാലും കൈയൊക്കെ അടിക്കുക, അത് വേറെ നീന്തലാണ്. അത് നമ്മൾ ഒന്ന് വെള്ളത്തിൽ എയിമായിട്ടാകുമ്പോൾ പഠിപ്പിച്ചെടുത്ത. അപ്പം അത്ര ഒരുപാട് പദ്ധതികൾ നമ്മുടെ നാടിന് വേണ്ടി, നമ്മുടെ മക്കൾക്ക് വേണ്ടി ഒറ്റയ്ക്ക് അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് സാമ്പത്തികം ചെലവഴിച്ച്, പ്രത്യേകിച്ച് ഈ സമയത്ത് ജോലിക്കൊക്കെ വേണ്ട സമയമാണ്, അതൊക്കെ ഒഴിവായിക്കൊണ്ട് അദ്ദേഹം ഈ പദ്ധതി ഏറ്റെടുത്തിരിക്കുകയാണ്. അപ്പൊ നിങ്ങൾക്കൊക്കെ ആവശ്യമുണ്ടെങ്കിൽ എല്ലാവർക്കും അദ്ദേഹത്തെ ബന്ധപ്പെടാം. അദ്ദേഹത്തിന്റെ നമ്പർ ഞാൻ താഴെ കൊടുത്തിരിക്കും. സ്കൂളുകളോ അല്ലെങ്കിൽ സ്കൂളുകളോ സ്ഥാപനങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ സൗജന്യമായിട്ട് തന്നെ അദ്ദേഹത്തെ ചെയ്തുതരാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഓക്കെ, താങ്ക് യു. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുകയാണ്. കാരണം ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് നമ്മളെ മക്കളെ, നമുക്കറിയാം നമ്മൾ നിരന്തരം ഒരുപാട് അപകടം നമ്മളെ കണ്ണിൽ കാണുന്ന കാലത്ത് നമ്മളുള്ളത്. ചെറിയ മക്കളൊക്കെ നമ്മൾ പോകുമ്പോൾ പുഴയിൽ മുങ്ങിത്തായോ കുളത്തിലോ മുങ്ങിത്തായുമ്പോൾ നമുക്ക് അവരെ രക്ഷപ്പെടുത്തണമെങ്കിൽ ആദ്യം എന്താ നമുക്ക് നീന്തറിയണം. അപ്പം നമ്മൾ സ്വയം ഒരു സെൽഫ് പ്രൊട്ടക്ഷൻ ഉണ്ടാക്കിയാലേ നമുക്ക് അവരെ രക്ഷപ്പെടുത്താൻ പറ്റുള്ളൂ. നീന്തൽ അറിയാത്ത ഒരാൾ നേരെ ഒരു കുളത്തിലേക്ക് എടുത്ത് ചാടി കഴിഞ്ഞാൽ രണ്ടുപേരും രക്ഷപ്പെടില്ല, അത് ഉറപ്പല്ലേ. അപ്പം ഇവിടെ കുട്ടികൾ കണ്ട് മുനീഷ് പഠിപ്പിക്കുന്ന മക്കള് മണിക്കൂറുകൾ കൊണ്ട് ദിവസങ്ങൾ കൊണ്ട് നീന്തൽ പഠിക്കുകയാണ്. അപ്പൊ നമ്മുടെ നാട്ടിലും അയൽപക്കത്തൊക്കെ ഉണ്ടാവും ഇതേപോലെ ഒരുപാട് ദുരന്തങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ടാവും, കേട്ടിട്ടുണ്ടാവും. അപ്പം അത്തരം ഘട്ടങ്ങളിൽ നമ്മളെ ഒരു സെൽഫ് പ്രൊട്ടക്ഷന് മുൻഗണന കൊടുക്കുക. അതോടൊപ്പം തന്നെ സഹജീവികളെ രക്ഷപ്പെടുത്തുക. അതിന് മനുഷ്യനായാലും മൃഗങ്ങളായാലും ഒക്കെ ജീവൻ തന്നെയല്ലേ. അപ്പൊ അവരൊക്കെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ഒരു മുൻകരുതലാണ് ഇന്ന് നമ്മളിവിടെ കണ്ടത്. അപ്പൊ ഇന്നത്തെ നമ്മുടെ പ്രോഗ്രാം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ്. ഇതുപോലെ നമുക്ക് എല്ലാവർക്കും ഉപകാരമുള്ള ഒരുപാട് വീഡിയോകളായിട്ട് ഇനിയും നമ്മൾ നിങ്ങളുടെ മുമ്പിൽ വരും. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഓക്കെ, നന്ദി, നമസ്കാരം.